അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗുൽബദൻ ബീഗം ഓട്ടോബയോഗ്രഫിയാണ് ഏത്? ഹുമയൂൺ നാമ എഴുതിയ ആളാണ് ആര്? ഗുൽബദൻ ബീഗം സിസ്റ്റർ. ഓക്കെ, ആവശ്യമില്ല. നോയിക്കൊള്ളേ. അപ്പൊ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ടോംബ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ്. ടോംബ് എവിടെയാണ്? ഡൽഹിയിലാണ്. അറിഞ്ഞിരിക്കണം, കാരണം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണേ. അതുകൊണ്ടാണ് നേരത്തെ കാബൂളിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ആര്? ബാബറിന്റെ. ഇവിടെ ഹുമയൂണിന്റെ എവിടെയാണ്? ഡൽഹിയിലാണ്. അത്രയാണ് ഹുമയൂണിന്റെ കാര്യത്തിൽ പറയാനുള്ള. ഹുമയൂണിന്റെ കാര്യത്തിൽ പറയാൻ ബയോഗ്രഫി എഴുതിയത് ആരാ? ഗുൽബദൻ ബീഗം. ഹുമയൂൺ നാമ എഴുതിയത് ഗുൽബദൻ ബീഗം. ഓക്കെ. ഈ മുകളിലുള്ള രാജാക്കന്മാരെല്ലാരും എന്താ പറയാ, എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, ഒരാളൊഴികെ, അക്ബർ ഒഴികെ. പക്ഷെ ഇയാൾക്ക് എഴുതാനുള്ള സമയം കിട്ടിയില്ല. ഓക്കെ, അതാണ് സംഭവം. ഇല്ലായിരുന്നെങ്കിൽ എഴുതിയേനെ. നോക്കിക്കോളെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വന്ന ഒരാളാണ് ഷേർഷാ. അതുകൂടെ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ വേറെ എവിടെയും പറയാൻ സ്ഥലമില്ല. ഷേർഷാ സൂരി അന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഡൈനാസ്റ്റി ഏതാ? സൂർ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ഷേർഷാ സൂർ. സൂരി എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, ഏത് ഡൈനാസ്റ്റി? സൂർ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ്. ഫൗണ്ടർ ഓഫ് സൂർ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ഷേർഷാ സൂരി. ഈ ഷേർഷാ സൂരിയുമായി ബന്ധപ്പെട്ട് പറയാൻ നേരത്ത് ഇവരൊരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ കോയിന്റെ പേരാണ് റുപ്പിയ. കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഷേർഷാ സൂരി ഓർ സൂർ ഡൈനാസ്റ്റിയാണ്. സൂർ ഡൈനാസ്റ്റി ഞാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ്, GT റോഡ്, ഗ്രാൻഡ് ട്രങ്ക് റോഡ്, GT റോഡ് കൊൽക്കത്ത മുതൽ പേഷ്വാർ വരെ, പഞ്ചാബിലെ പേഷ്വാർ വരെ. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ പഞ്ചാബ് വരെ നമുക്ക് പറയാം. അന്ന് പേഷ്വാർ വരെ. ഓക്കെ, അന്ന് എല്ലാം കൂടെ ഒരുമിച്ചല്ലേ കിടക്കുന്നത്. പേഷ്വാർ വരെ, കൊൽക്കത്ത ടു പേഷ്വാർ ആണ് കൺസ്ട്രക്ട് ചെയ്തത് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഷ്വാർ ഗ്രാൻഡ് ട്രങ്ക് റോഡ്, GT റോഡ്, കൊൽക്കത്ത ടു പേഷ്വാർ. ഓക്കെ, അതുപോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഷേർഷാ സൂരിയാണ് കൺസ്ട്രക്ട് ചെയ്ത ഒരു ബിൽഡിംഗ് ഉണ്ട് ഡൽഹിയിൽ. അതാണ് പുരാന കില. എവിടെയാണ്? ഡൽഹിയിൽ കൺസ്ട്രക്റ്റഡ് ബൈ ഷേർഷാ സൂരി. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ലോധി ഡൈനാസ്റ്റിയിൽ ഞാൻ പറഞ്ഞായിരുന്നു അഫ്ഗാൻസ് ആണ്. അതുവരെ ഉണ്ടായിരുന്നവന്മാര് തുർക്കിഷ് ആയിരുന്നു അല്ലെ, അഫ്ഗാൻസ് ആയിരുന്നു. ഇവരും അഫ്ഗാൻസ് ആണ്. സൂർ ഡൈനാസ്റ്റി അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനാണ്. ചോദിക്കത്തൊന്നുമില്ല, പറഞ്ഞതാണ്. അപ്പം ഷേർഷാ സൂരിയാണ് ഫൗണ്ടർ ഓഫ് സൂർ ഡൈനാസ്റ്റി. റുപ്പിയ കോയിൻ ഇഷ്യൂ ചെയ്ത ആളാണ് ഷേർഷാ സൂരി. ഗ്രാൻഡ് ട്രങ്ക് റോഡ് കൊൽക്കത്ത ടു പേഷ്വാർ കൺസ്ട്രക്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഷേർഷാ സൂരിയാണ്. പുരാന കില ഡൽഹിയിൽ കൺസ്ട്രക്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഷേർഷാ സൂരിയാണ്. സൂർ ഡൈനാസ്റ്റിയിലെ കുറച്ചേ ഉള്ളൂ, ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരാണ്. ഓക്കെ, അടുത്തതിലോട്ട് പോവേണേ. അപ്പൊ ഹുമയൂൺ മരിച്ചു 1556. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമാണ്. കാരണം ആ വർഷത്തിലാണ് രണ്ടാമത്തെ
പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. പാനിപ്പത്ത് ഏത് വർഷം? 1556. മറ്റേത് 26 ഇവിടെ 56, 30 വർഷങ്ങൾക്ക് ശേഷം. അത് ബാബർ ആയിരുന്നെങ്കിൽ ഇവിടെ ആരാ? അക്ബർ. അക്ബർ കൊച്ചുകുട്ടിയായിട്ട് അക്ബർ. അക്ബർ ആണ്. ആരാണ്? അക്ബർ ആണ്. അക്ബർ. ഓക്കെ, അക്ബർ. ശ്രദ്ധിച്ചോളേ. അങ്ങനെ 1556 സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഇറക്കുന്ന ആരൊക്കെ തമ്മില്? അക്ബറും ഹെമുവും തമ്മില്. ഹെമു. അക്ബർ ജയിച്ചു. അക്ബർ ചെറുതാണ്. ഓക്കെ, 1556 ഒരു ബാറ്റിൽ കൂടെ ഞാൻ ഇവിടെ പറയുന്നിട്ട് ബാക്കി അക്ബറിനെ കുറിച്ച് പറഞ്ഞുതരാം. അതാണ് ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹാൽഡിഗട്ടി പഠിക്കാൻ വളരെ എളുപ്പമാണ്. 1576 അക്ബർ വേഴ്സസ് റാണ പ്രതാപ്. റാണ പ്രതാപ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ രണ്ട് ബാറ്റില് ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഈ രണ്ട് ബാറ്റിൽ പറഞ്ഞതിന് ശേഷം ബാക്കി ഡീറ്റെയിലോട്ട് വരാം. ആദ്യം പറയേണ്ടത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, രണ്ടാമത്തെ ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി. ആദ്യത്തെ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1556 1556 അക്ബറും ഹെമു ആയിട്ടാണ്. അതിൽ അക്ബർ വിജയിക്കുന്നു. ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി 1576 അക്ബർ വേഴ്സസ് റാണ പ്രതാപ്. ആര്? റാണ പ്രതാപ്. റാണ പ്രതാപ്. ഓക്കെ, പോയിക്കൊള്ളേ. അക്ബർ. അക്ബർ അത് അക്ബർ എന്ന് എഴുതിയാൽ മതി. പക്ഷെ അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ അക്ബർ എന്ന് എഴുതിയാൽ മതി. അത് ചോദിക്കില്ല. ആര് ജയിച്ചു എന്ന് ഒരിക്കലും ഒരു ചോദ്യമല്ലേ. ഞാൻ പിന്നെ ഒരു ഇതിനു വേണ്ടിയിട്ട് പറയുന്നതാണ്. ഓക്കെ, അക്ബർ. അക്ബർ 1556 മുതൽ ഭരണം വരുന്നത്, അല്ലെ 1556 മുതൽ 1542 മുതൽ ജനിക്കുന്നത് മുതൽ 1605 വരെ. അതില് ഇടയ്ക്ക് മറ്റേ വർഷം എഴുതാത്ത നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ടായിരുന്നേ. കാരണം ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം പറഞ്ഞു. 56 അക്ബർ വേഴ്സസ് ഹെമു, അതോടെയാണ് അക്ബർ അധികാരം ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ 42 ജനിക്കുന്നു. 56 എത്ര വയസ്സ് വരും? 14 വയസ്സ്, അല്ലെ? അപ്പൊ അക്ബർ 14ാമത്തെ വയസ്സിൽ അക്ബർ യുദ്ധം ചെയ്ത് ജയിച്ചെന്ന് വിചാരിക്കരുത്. ഓക്കെ, അക്ബർ രാജാവാണ് എന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ ആ ഫിലിം കണ്ടാലും മതി, ജോ അക്ബർ. അതിൽ കാണിക്കും തുടക്കത്തില്. നോക്കിക്കോളെ, അക്ബർ 1542 ജനിക്കുന്നത്, ബോൺ. ഓക്കെ, 1542 ഹുമയൂണും ഹാമിയ ബാനു ബീഗം. ബാനു ബീഗം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാ മതി. അങ്ങനെ 14ാമത്തെ വയസ്സിൽ പുള്ളിക്കാരൻ രാജാവാകുന്നുണ്ട്. അതൊന്നും ആവശ്യമില്ല, ചോദിക്കില്ല. ആ വർഷം ഒന്ന് അറിഞ്ഞാൽ മതി, 1556. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 14 എന്നൊക്കെ ഉള്ള നമ്പർ ഇടയ്ക്ക് ഞാൻ പറയുന്നത്. 42 14 കൂടെ ആകുമ്പോൾ 56 ആവുമല്ലോ, അതിനു വേണ്ടിയിട്ട്. നോക്കണം, അക്ബർ 1556 ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വിജയിച്ചു എന്ന് പറഞ്ഞില്ലേ. അക്ബറിന്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരാണ് ബൈറം ഖാൻ. ബൈറം ഖാൻ. ആര്? ബൈറം ഖാൻ. ബൈറം ഖാൻ വിശ്വസ്തനാണ്. ബൈറം ഖാൻ. ഈ ബൈറം ഖാന്റെ യഥാർത്ഥ പേരാണ് മഹേഷ് ദാസ്. മഹേഷ് ദാസ്. ഇവിടെ ആണെങ്കിൽ മിലിറ്ററി കമാൻഡർ എന്ന് എഴുതിക്കോ. ബൈറം ഖാൻ. ഈ ബൈറം ഖാനാണ് അക്ബറിനെ രാജാവായിട്ട് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അതെ, ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ആസ് കിങ്. ആയിക്കോണേ, ബൈറം ഖാൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഹേഷ് ദാസ് ആണ്. മഹേഷ് ദാസ്. അപ്പോ ഈ അക്ബർ
ഇത് ഏജ് ആവുന്നത് വരെ, ഏത് പ്രായപൂർത്തി ആവുന്നത് വരെ റീജന്റ് ആയിട്ട് നിന്നത് ആരാന്ന് ചോദിച്ചാലും ബൈറം ഖാൻ ആണ്. ഞാൻ വരാം. അക്ബർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ബൈറം ഖാൻ ആണ്. ബൈറം ഖാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ബൈറം ഖാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഞാൻ പറഞ്ഞത്, ഏത്? മഹേഷ് ദാസ്. അപ്പൊ 56 അദ്ദേഹം രാജാവായി. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ജലാലുദ്ദീൻ മുഹമ്മദ്. അക്ബറിന്റെ യഥാർത്ഥ പേരാണ് ജലാലുദ്ദീൻ മുഹമ്മദ്. ഇത് ആ സിനിമയിൽ ആ പാട്ടിന്റെ ഇടയ്ക്ക് കേൾക്കാൻ പറ്റും, ജലാലുദ്ദീൻ മുഹമ്മദ്. ഫിലിം കണ്ടാൽ നല്ലതായിരിക്കും, ജലാലുദ്ദീൻ മുഹമ്മദ്. അപ്പോ നോക്കിക്കൊള്ളേ, ഇദ്ദേഹത്തിന്റെ അക്ബർ രാജാവായി. എന്നാലും നിങ്ങൾ ആ ഫിലിം കാണണം കേട്ടോ, നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ ഒരു കുറച്ചു നാള് ഇദ്ദേഹത്തിന്റെ വളർത്തമ്മയുടെ കീഴിലാണ് ഈ ഇത് റൂൾ എല്ലാം വരുന്നത്. അതായത് അക്ബറിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഇല്ല. ഏകദേശം 56 അധികാരത്തിൽ വരും. 62 വരെയൊക്കെ ആരുടെ കീഴിലാണ്? ഈ വളർത്തമ്മയായിട്ടുള്ള മഹാ അങ്ക, പുള്ളിക്കാരുടെ പേരാണ്, അറിഞ്ഞാൽ മതി, മഹാ അങ്ക. പുള്ളിക്കാരുടെ കീഴിലാണ് ഫുൾ കാര്യങ്ങളെല്ലാം വരുന്നത്. ഏത് റൂളെല്ലാം വരുന്നത് പുള്ളിക്കാരിയാണ് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഇയാള് അല്ലെങ്കിൽ അക്ബർ യഥാർത്ഥത്തിലെ രാജാവ് എന്നുള്ള രീതിയിലോട്ട് വരുന്നത്. ഓക്കെ, നോക്കിക്കൊള്ളേ, ഇനി പറയുന്ന എല്ലാ അക്ബറിനെ കുറിച്ചാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹി അബോളിഷ്ഡ് ജസിയ ആൻഡ് പിൽഗ്രിമേജ് ടാക്സ്. മുഗൾ റൂളർ ടു അബോളിഷ് ജസിയ ആണ് ആര്? അക്ബർ. ജസിയ 1563. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു തന്നാൽ മതി. അതുപോലെ ഹി അബോളിഷ്ഡ് പിൽഗ്രിമേജ് ടാക്സ്. അതിൽ പിൽഗ്രിമേജ് ടാക്സ് ചോദിക്കില്ല, ജസിയ നിരോധിച്ച്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ജസിയ ഏത് വർഷം? 1563 നോക്കണേ. ഹി മഹാങ്ക വളർത്തമ്മയാണ്, വളർത്തമ്മ. ഓക്കെ, പക്ഷെ അങ്ങനെ ചോദിക്കില്ല ആ പേര്. ഞാൻ അത് അല്ല, എഴുതിക്കോ, ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ അവിടെ പറഞ്ഞത് വേറെ ഒന്നുമില്ല, ആ ഒരു ടൈം പീരീഡില് പുള്ളിക്കാരൻ ഇവരുടെ ഇൻഫ്ലുവൻസിലായിരുന്നു. അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, അതിനു വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, 62 അതായത് ഒരു ബുദ്ധി വരുന്ന സമയമാകുമ്പോൾ പുള്ളിക്കാരൻ മാറുന്നുണ്ട്. അങ്ങനെ അബോളിഷ്ഡ് ജസിയ 1563. അതുപോലെ അബോളിഷ്ഡ് പിൽഗ്രിമേജ് ടാക്സ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് മൻസബ്ദാരി സിസ്റ്റം. അതുപോലെ തന്നെ അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണ് ഇബാദത്ത് ഖാന. ഓക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം ഈ ഇങ്ങനെ എഴുതിയാൽ മതി. ലൈക്ക് ഇതെല്ലാം ആരുടെ കീഴിൽ? ഇതിന്റെ എല്ലാം ആൻസർ ആരായിരിക്കും? ആൻസർ അക്ബർ ആയിരിക്കും. ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു റിലീജിയൻ ആണ് ദിൻ ഇലാഹി. റിലീജിയൻ ആണ്. ദിൻ ഇലാഹി റിലീജിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അക്ബറാണ്. അത് ആദ്യം അക്സെപ്റ്റ് ചെയ്ത ആരാന്ന് ചോദിച്ചാല് ബൈറം ഖാൻ ആണ്. ആദ്യം അക്സെപ്റ്റ് ചെയ്ത ആരാണ്? ബൈറം ഖാൻ, കാരണം വിശ്വസ്തനാണ്, ബൈറം ഖാൻ ആണ്. അപ്പൊ ദിൻ ഇലാഹി റിലീജിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചാൽ എല്ലാത്തിൽ നിന്നും ഉള്ള നല്ലത് എടുത്തു ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ്. മനസ്സിലായില്ലേ? റിലീജിയൻ മിക്സ് ആണ്. ഓക്കെ, ആരാണ്?
അക്ബറുമായി ബന്ധപ്പെട്ടാണ്, അക്ബറുമായി ബന്ധപ്പെട്ടതാണ് ദിന്നില്ലാഹി റിലീജിയൻ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നോക്കിക്കൊള്ളേ, നമ്മള് ചിലരുടെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ചന്ദ്രഗുപ്ത സെക്കൻഡ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഞാൻ നവരത്നാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നവരത്നാസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു ശിവജി എത്തുമ്പോ അഷ്ടപ്രധാൻ, 8 പേരുടെ അഷ്ടപ്രധാൻ, കോർട്ടിലെ 8 പേരടങ്ങിയിട്ടുള്ള ഒരു സദസ്സാണ് അഷ്ടപ്രധാൻ. ആരുമായി ബന്ധപ്പെട്ട്? ശിവജിയുമായി ബന്ധപ്പെട്ട്. അതുപോലെ അക്ബറുമായി ബന്ധപ്പെട്ടും നവരത്നാസ് ഉണ്ട്, 9 ജെംസ് ഉണ്ട്. നവരത്നാസ് ചന്ദ്രഗുപ്തൻ സെക്കൻഡുമായി ബന്ധപ്പെട്ടും പറയാം, മുകളിലാണെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടും പറയാം? അക്ബറുമായി ബന്ധപ്പെട്ടും പറയാം. ഇദ്ദേഹത്തിന്റെ കോട്ടിലും 9 ജെംസ് ഉണ്ടായിരുന്നു, നവരത്നാസ് ഉണ്ടായിരുന്നു, നവരത്നാസ് ഉണ്ടായിരുന്നു. അത് പറയാവേ, അത് ലാസ്റ്റ് പറയാം, ജസ്റ്റ് ഒന്ന് എഴുതിയതാണ്. നവരത്നാസ് ഉണ്ടായിരുന്ന 9 ജെംസ് എന്ന് എഴുതുവാണേ. മുഗൾ കോട്ട ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? അക്ബറിന്റെയാണ്. ഇദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷൻ, ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ഷൻസ് ആണ്. ഒന്ന് ഇബാദത്ത് ഖാന ഞാൻ പറഞ്ഞു, രണ്ടാമത്തത് ഫത്തേപൂർ സിക്രി. നോക്കിക്കോളാം, ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി എന്ന് വെച്ചാല് ഇദ്ദേഹം ഫത്തേപൂർ സിക്രിയില് എല്ലാം അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാം ഫത്തേപൂർ സിക്രിയിലോട്ട് മാറ്റി. അപ്പൊ ഫത്തേപൂർ സിക്രി ആരാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാണ്? അക്ബറാണ്. നോക്കിക്കോളെ, ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നതാണ് ഫത്തേപൂർ സിക്രി. എപ്പിക് ഓൺ റെഡ് സാൻഡ് സ്റ്റോൺ. എന്നറിയപ്പെടുന്നതാണ് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി. അതുപോലെ ആഗ്ര ഫോർട്ട്, ഇബാദത്ത് ഖാന, ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ട്. ഇമ്പോർട്ടന്റ് അല്ല, ഫത്തേപൂർ സിക്രി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം കൺസ്ട്രക്ട് ചെയ്തത് ഇദ്ദേഹമാണ്. നോക്കിക്കോളേ, ഞാൻ പറഞ്ഞു ഇയാൾ ജനിക്കാൻ നേരത്ത് 42-ലാണ് ജനിക്കുന്നത്. ആ സമയത്ത് ഹുമയൂൺ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം അല്ലെ, ആ ഒരു ടൈം പീരീഡിലാണ് ഇയാൾ ജനിക്കുന്നത്, അക്ബർ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ 55 വരെ ഇവര് വേറെ സ്ഥലങ്ങളിലായിരുന്നു അല്ലെ, ഇവിടെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. 55-ലാണ് തിരിച്ചു വന്നത്. അപ്പോ 55 തിരിച്ചു വന്നിട്ട് 56 ആകുമ്പം അച്ഛൻ മരിക്കുകയാണ്, ഹുമയൂൺ മരിക്കുകയാണ്. 56 തന്നെ അധികാരത്തിൽ വരെയാണ്. അപ്പോ എഡ്യൂക്കേറ്റഡ് അല്ല. നോക്കിക്കോളെ, ഇദ്ദേഹത്തിന് എന്നാല് ബയോഗ്രഫി ഉണ്ട്. അതാണ് അക്ബർ നാമ. അത് എഴുതിയത് ഇദ്ദേഹത്തിന്റെ കോർട്ട് പോയറ്റ് ആയിട്ടുള്ള അബുൽ ഫസൽ ആണ്. അക്ബർ നാമ. ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള മുഗൾ എംപറർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അക്ബർ ആണ്. റീസൺ ഉണ്ടല്ലോ, അബുൽ ഫസൽ എഴുതിയാരാണ്? അബുൽ ഫസൽ ആണ്. അക്ബർ നാമ. വേറൊരു ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇത് അറിയപ്പെടുന്ന വേറൊരു പേരാണ് ഐനി അക്ബരി. ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് രണ്ടും ആരുടെയാണ്? അബുൽ ഫസലിന്റെ എന്ന് പഠിച്ചാൽ ഈ രണ്ടും, ഐനി അക്ബരിയും അക്ബർനാമയും. ഓക്കെ, ആരാണ്? അബുൽ ഫസൽ. ആരാണ് അബുൽ ഫസൽ? കോർട്ട് പോയറ്റ് ആണ്. ഓക്കെ, നോക്കിക്കൊള്ളേ, അക്ബർ അങ്ങനെ മരിക്കുന്നു. അക്ബറിന്റെ ടോംബ് ആഗ്രയിലെ സിക്കന്ദര എന്ന് പറയുന്ന സ്ഥലത്താണ്. സിക്കന്ദര എവിടെയാണ്? ആഗ്രയില്. ടോംബ് ആഗ്രയിലാണ്. എവിടെയാണ്? സിക്കന്ദരയിലാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിട്ടുള്ള പോയറ്റ് ആണ് തുളസിദാസ്. ആരെ? തുളസിദാസ്. ഇദ്ദേഹത്തിന്റെ ഒരു ഫേമസ് വർക്കാണ് അത്, രാമചരിത മാനസ്.
ഒന്നുകൂടെ ഞാൻ പറയാം. 1542 ഹുമയൂണിനും ഹാമിയ ബാനു ബീഗത്തിനും ജനിക്കുന്ന മകനാണ് ആര്? അക്ബർ. 42 നോക്കിക്കളെ. 56 ഹുമയൂൺ മരിക്കുന്നു, അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണ്? ബൈ ഒരു വാറാണ് അല്ലെ, ഒരു ബാറ്റിലാണ്. അത് ഏതാണ്? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1556 ആ വാറിൽ അക്ബറിനെ സഹായിക്കുന്ന ആരാണ്? ബൈറം ഖാൻ ആണ്. ബൈറം ഖാൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അക്ബറിനെ രാജാവാക്കുന്നത് ആര് തന്നെയാണ്? ആ ബൈറം ഖാൻ തന്നെയാണ്. അക്ബർ വേഴ്സസ് ഹെമു. അക്ബർ വേഴ്സസ് ഹെമു. ആ വാറിന്റെ പേരെന്താണ്? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1556. ഓക്കെ. അങ്ങനെ അധികാരത്തിൽ വരുന്ന അക്ബർ 56 അധികാരത്തിൽ വരുന്നു. ഏകദേശം 60-62 വരെ റൂൾ എല്ലാം നോക്കുന്ന ആരാണ്? വളർത്തമ്മയായിട്ടുള്ള മഹാ അങ്കയാണ്. അത് ചോദിക്കൂല, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അതിനുശേഷം അക്ബർ റിയൽ റൂള് വരെയാണ്. അങ്ങനെ ജസി അബോളിഷ് ചെയ്തു, പിൽഗ്രിമേജ് ടാക്സ് അബോളിഷ് ചെയ്തു. അപ്പോ ബാക്കി ചുറ്റുമുള്ള രജപുത്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയി അക്ബറിന്. ഓക്കെ. പക്ഷെ ആര് മാത്രം ആയില്ല? റാണ പ്രതാപ് ആയില്ല. അങ്ങനെയാണ് ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി നടക്കുന്നത്. 1576 അക്ബർ വേഴ്സസ് റാണ പ്രതാപ്, ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹി അബോളിഷ്ഡ് ജസിയ. ആ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1563. അത് മാത്രമല്ല എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളൂ. 1563 ജസിയ അബോളിഷ് ചെയ്തു. ഓക്കെ. ദിൻ ഇലാഹി എന്ന റിലീജിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് ചോദിച്ചാൽ ആരാണ്? അക്ബറാണ്. അക്ബറിന്റെ കോർട്ടിൽ, അല്ലെങ്കിൽ നവരത്നാസ് കോർട്ടിൽ ഉണ്ടായിരുന്ന മുഗൾ റൂളർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അക്ബറാണ്. ഫത്തേപൂർ സിക്രി, ആഗ്ര ഫോർട്ട്, ഇബാദത്ത് ഖാന, ലാഹോർ ഫോർട്ട് എല്ലാം കൺസ്ട്രക്ട് ചെയ്തത് ആരാണ്? അക്ബറാണ്. ഫത്തേപൂർ സിക്രി അറിയപ്പെടുന്നത് ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നാണ്. അക്ബർ നാമ അല്ലെങ്കിൽ ഐനെ അക്ബരി എഴുതിയത് കോർട്ട് പോയറ്റ് ആയിട്ടുള്ള അബുൽ ഫസലാണ്. നവരത്നാസിൽ വരുന്ന ഒരാളാണ് അബുൽ ഫസൽ. ഇദ്ദേഹത്തിന്റെ ടോംബ് ആഗ്ര സിക്കന്ദര എന്നേ പറയത്തുള്ളൂ. ആൻസർ സിക്കന്ദര. അപ്പൊ നമ്മള് കാബൂള് പറഞ്ഞു, ഡൽഹി പറഞ്ഞു, ഇപ്പോ സിക്കന്ദരയിലാണ് ഇദ്ദേഹത്തിന്റെ ടോംബ്. നോക്കിക്കൊള്ളേ, ഇദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിട്ടുള്ള പോയറ്റാണ് ആര്? തുളസിദാസ്. പക്ഷെ അതെങ്ങനെയല്ല ചോദിക്കുക. രാമചരിത മാനസ് എഴുതിയത് ആരാണ്? തുളസിദാസാണ്. അക്ബറിന്റെ യഥാർത്ഥ പേര് ജലാലുദ്ദീൻ മുഹമ്മദ് എന്നാണ്. അക്ബറിനെ രാജാവാക്കാൻ സഹായിച്ച അല്ലെ രാജാവാക്കിയത് ആരാണെന്ന് ചോദിച്ചാല് ബൈറം ഖാൻ ആണ്. കമാൻഡർ ഇൻ ചീഫ് എന്ന് നമുക്ക് പറയാം. ബൈറം ഖാൻ ആണ് ഇദ്ദേഹം ഒരു മതം കൊണ്ടുവന്നപ്പോ, ദിൻ ഇലാഹി എന്ന റിലീജിയൻ കൊണ്ടുവന്നപ്പോ അത് അക്സെപ്റ്റ് ചെയ്ത ആദ്യത്തെ പേഴ്സണും, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത വളരെ കുറച്ചു പേരിൽ ഒരാളും ആരാണ്? ബൈറം ഖാനാണ്. ആദ്യത്തെ ആള് ബൈറം ഖാനാണ്. ഈ ബൈറം ഖാനിന്റെ യഥാർത്ഥ പേരാണ് മഹേഷ് ദാസ്. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ. നവരത്നാസിനെ കുറിച്ചൊന്ന് പറയട്ടെ, അങ്ങോട്ട് പറഞ്ഞിട്ട് ഇന്നത്തേക്ക് നിർത്താം. ഇദ്ദേഹത്തിന്റെ കോർട്ടില് 9 ജെംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 9 ജെംസ്. നിങ്ങൾ ബുക്ക് വായിക്കണം. ഞാൻ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം പറഞ്ഞപ്പോൾ ഇത്രയും പോയിന്റ് ഉണ്ട്. നിങ്ങൾ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പോയിന്റ്സ് കിട്ടും. വായിച്ചാൽ മതി, എഴുതിയെടുക്കണമെന്നില്ല, വായിക്കുക. ഓക്കെ. നോക്കണേ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കോർട്ടിൽ 9 ജെംസ് ഉണ്ട്. ആരൊക്കെ ആയിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന് ബീർബൽ. ആരാണ്? ബീർബൽ ആരുടെ കോർട്ടിലായിരുന്നു എന്ന് ചോദിച്ചാല് ബീർബൽ. ഒന്ന് ബീർബൽ. ഓക്കെ. ബീർബൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ബീർബൽ. രണ്ട് അബുൽ ഫസൽ. ഫൈസി. രാജ തോഡർമൽ. രാജ തോഡർമൽ. മാൻസിംഗ്. രാജ മാൻസിംഗ്, അതാണ് ഫുൾ നെയിം. രാജ മാൻസിംഗ്.
അതുപോലെ ഭഗവാൻ ദാസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. ടാൻസൻ 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 പുരസ്കാരമൊക്കെ ഉണ്ട്, ടാൻസൻ അവാർഡൊക്കെ ഉണ്ട്. ഓക്കെ, അബ്ദുർ റഹീം ഖാനെ ഖാന, ഇതിലെല്ലാരും ഇമ്പോർട്ടന്റ് അല്ല, എഴുതിയിട്ട് ഞാൻ പറയാം. അല്ലേ, മുല്ല ഡോ പ്യാസ, 1 2 3 4 5 6 7 9, മുല്ല ഡോ പ്യാസ. അല്ലേ, ബീർബൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ബീർബൽ. അഡ്മിനിസ്ട്രേഷൻ ആണ്, അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് അല്ല, അത് ഇമ്പോർട്ടന്റ് അല്ല. ബീർബൽ ആരുടെ കോർട്ടിലായിരുന്നു ചോദിച്ചാൽ ആരുടെ കോർട്ടിലാണ്? അക്ബറിന്റെ കോർട്ടിലാണ്. അബുൽ ഫസൽ ഫൈസിയും, അബുൽ ഫസലും ഫൈസിയും സ്കോളേഴ്സ് ആണ്, സ്കോളേഴ്സ് ആണ്, സ്കോളേഴ്സ് ആണ്, റൈറ്റേഴ്സ് ആണ്, ഹിസ്റ്റോറിയൻസ് ആണ്. അബുൽ ഫസൽ ഫൈസി റൈറ്റേഴ്സ് ആണ്, ഹിസ്റ്റോറിയൻസ് ആണ്, സ്കോളേഴ്സ് ആണ്, പണ്ഡിതരാണ്. ഓക്കെ, എഴുതുന്ന ആൾക്കാരാണ്, റൈറ്റേഴ്സ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാജാ തോഡർമൽ, രാജാ തോഡർമൽ ഫിനാൻസ് ആണ്, ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയാം. ഫിനാൻസ് 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 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. ടാൻസൻ 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 മ്യൂസീഷ്യൻ ആണ്, മ്യൂസീഷ്യൻ ആണ്, മ്യൂസീഷ്യൻ. ഓക്കെ, മ്യൂസീഷ്യൻ ആണ്. അപ്പൊ മ്യൂസിക്കിന് കൊടുക്കുന്ന അവാർഡാണ് ഏത്? ടാൻസൻ അവാർഡ്. ടാൻസൻ അവാർഡ് മധ്യപ്രദേശ് ഗവൺമെന്റ് മ്യൂസീഷ്യൻസിന് കൊടുക്കുന്ന അവാർഡാണ് ഏത്? ടാൻസൻ അവാർഡ്. ടാൻസൻ അവാർഡ്, അത് ടാൻസൻ ആരാണ്? മ്യൂസീഷ്യൻ ആണ്, മ്യൂസീഷ്യൻ. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ. അതൊന്ന് നോട്ട് ചെയ്തോ, ഇത്രയും മതി.